ഇറാനും യു.എസും തമ്മിലുള്ള സംഘർഷം ശമിക്കുന്നതിന്റെ സൂചനകൾക്കിടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എണ്ണ ഇറക്കുമതി രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യുദ്ധഭീതിയെ തുടർന്ന് കുതിച്ചുയർന്ന എണ്ണവില ഇപ്പോൾ വീണ്ടും താഴ്ന്നതോടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ അനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $82.86 താഴ്ന്നത്. ഒരു ദിവസം കൊണ്ട് $4.47 ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇത് ഏകദേശം 5% കുറവാണ്. പശ്ചിമേഷ്യയിലെ വലിയ യുദ്ധം പൊട്ടിപ്പുറപ്പെടുമെന്ന ആശങ്കയിലായിരുന്നു എണ്ണവില ഉയരാൻ പ്രധാന കാരണം. എന്നാൽ സംഘർഷം കൂടുതൽ വഷളാകില്ലെന്ന സൂചനകൾ വന്നതോടെ നിക്ഷേപകരുടെ ആശങ്ക കുറഞ്ഞു. കാരണം രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ ഭൂരിഭാഗവും വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. എണ്ണവില ഉയരുമ്പോൾ രാജ്യത്തിന്റെ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും രൂപയ്ക്ക് സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ എണ്ണവില താഴ്ന്നതോടെ ഇന്ത്യയുടെ ഇറക്കുമതി ബില്ല് കുറയണമെന്ന പ്രതീക്ഷ ശക്തമാണ്. ഓഹരി വിപണിയും ഈ വാർത്തയെ ഏറെ പ്രതീക്ഷയോടെയാണ് സ്വീകരിച്ചത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ സെൻസെക്സ് ഏകദേശം 1% നേട്ടം കൈവരിച്ചു. ദേശീയ ഓഹരി വിപണിയിലെ നിഫ്റ്റിയും മികച്ച മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. എണ്ണവില കുറയുന്നത് കമ്പനികളുടെ ഉൽപാദന ഗതാഗത ചെലവുകൾ കുറയുമെന്ന പ്രതീക്ഷയാണ് നിക്ഷേപകരെ ഓഹരികൾ വാങ്ങാൻ പ്രേരിപ്പിച്ചത്. പ്രത്യേകിച്ച് വിമാന കമ്പനികൾ, പെയിന്റ് നിർമ്മാതാക്കൾ, ടയർ കമ്പനികൾ തുടങ്ങിയ ഇന്ധന ചെലവിനെ ആശ്രയിക്കുന്ന മേഖലകളിലെ ഓഹരികൾക്ക് വലിയ നേട്ടമുണ്ടായി. ഇന്ധനവില കുറയുന്നത് ഇവയുടെ ലാഭം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് വിപണിയെ ഉയർത്തിയത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചോളം ഈ വാർത്തയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പെട്രോൾ ഡീസൽ വിലയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില തുടർച്ചയായി താഴ്ന്നു നിൽക്കുകയാണെങ്കിൽ രാജ്യത്തിനകത്തും ഇന്ധനവില കുറയാനുള്ള സാധ്യത ഉയരും. അതോടെ ഗതാഗത ചെലവും കുറയാം. ഗതാഗത ചെലവ് കുറയുന്നത് നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാനും സഹായമാകും. അതിനാൽ എണ്ണവിലയെ ഈ ഇടിവ് വെറും സാമ്പത്തിക കണക്കുകളുടെ വാർത്ത മാത്രമല്ല, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും ഓഹരി വിപണിക്കും രൂപയുടെ മൂല്യത്തിനും സാധാരണക്കാരുടെ കുടുംബ ബജറ്റിനും ഒരുപോലെ ആശ്വാസം നൽകാൻ സാധ്യതയുള്ള ഒരു സുപ്രധാന സംഭവ വികാസമാണിത്. വരും ദിവസങ്ങളിൽ എണ്ണവില ഇതേ നിലവിൽ തുടരുമോ? അതിന്റെ ഗുണം ജനങ്ങളിലേക്ക് എത്തുമോ എന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്.